നമ്മളുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കണ്ടന്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ GK കറണ്ട് അഫയേഴ്സിന്റെ നെക്സ്റ്റ് ക്ലാസ് അതിനകത്തുള്ള നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റഡ് ഓൺ ഏത് ദിവസമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തത്? ഓപ്ഷൻ എ ജൂൺ 20, ബി ജൂൺ 21, സി ജൂൺ 29, ഡി ജൂൺ 28, ഇ ജൂൺ 30. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ജൂൺ 29-ാം തീയതിയാണ്. ഈ ജൂൺ 29-ന് പ്രത്യേകതയുണ്ട്. ഈ ജൂൺ 29 PC മഹലാനോബിസിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഓഫ് PC മഹലാനോബിസ് ആണ്. ആരാണ് PC മഹലാനോബിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പേഴ്സൺ ആയിരുന്നു PC Mahalanobis. Okay, he is considered father of Indian budget. Father of Indian budget. Indian budgetന്റെ father ആണ് PC Mahalanobis. Then second 5-year plan known as PC Mahalanobis model. Second 5-year plan known as PC Mahalanobis model. Second 5-year plan അറിയപ്പെടുന്നത് PC Mahalanobis model എന്ന പേരിലാണ്. ഓക്കെ, ഇവിടെ ഒന്നുകൂടി നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, PC മഹാലനോബിസ് ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട. അതും കൂടി ഒന്ന് മഹാലനോബിസിന്റെ കേസിൽ ഓർത്തു വെക്കണം. 1931-ലാണ് PC മഹാലനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് IBRD ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റഡ്? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ബി വാഷിംഗ്ടൺ DC, സി ജനീവ, ഡി ലണ്ടൻ, ഇ ലിസ്ബൺ. IBRD ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് IBRD. IBRDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് വാഷിംഗ്ടൺ DC-യിലാണ്. വേൾഡ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് IBRD. IBRD ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC. IBRD ഫോം ചെയ്തത് 1944-ലാണ്. അതായത് വേൾഡ് ബാങ്ക് ഫോം ചെയ്തതും ഏത് വർഷം തന്നെയായിരുന്നു? 1944 തന്നെയാണ്. വേൾഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലോ അതും വാഷിംഗ്ടൺ DC തന്നെയാണ്. അതായത് വേൾഡ് ബാങ്കിന്റെയും അതിന്റെ അണ്ടറിൽ വരുന്നുള്ള എല്ലാ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ തന്നെയാണ്? വാഷിംഗ്ടൺ DC തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ദെൻ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സ്റ്റാർട്ട് ചെയ്തത് 1945-ലാണ്. IMF ഹെഡ്ക്വാർട്ടേഴ്സും വാഷിംഗ്ടൺ DC-യിലാണ്. ഡെപ്യൂട്ടി MD അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ഓഫ് IMF ഗീത ഗോപിനാഥ്. IFC ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. IFC ആരംഭിച്ചത് 1956-ലാണ്. IDA ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ആരംഭിക്കുന്നത് 1960-ലാണെന്ന് ഓർത്തിരിക്കുക. ഇതാണ് വേൾഡ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ. ഈ എല്ലാ ഓർഗനൈസേഷന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വരുന്നത് വാഷിംഗ്ടൺ DC ആണെന്ന് ഓർത്തു വെക്കണം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മിനിസ്ട്രി ലോഞ്ച്ഡ് ദി ഓൺലൈൻ പോർട്ടൽ തപസ്? തപസ് മീൻസ് ട്രെയിനിങ് ഫോർ ഓഗ്മെന്റീവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് സർവീസസ്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, B Ministry of Social Justice and Empowerment, C Ministry of Commercial, D Ministry of External Affairs, E Ministry of Tribal Affairs. Okay, ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഹു ഇസ് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന എക്സാമിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മിനിസ്റ്റർ ആയിട്ട് വരുന്നത് വീരേന്ദ്ര കുമാർ ആണെന്ന് ഓർത്ത് വെക്കണം. മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് വീരേന്ദ്ര കുമാർ. Then Minister of Commercial Piyush Goyal. Ministry of External Affairs S Jayashankar. Ministry of External Affairs S Jayashankar. Ministry of Tribal Affairs Arjun Munda. Ministry of Tribal Affairs Arjun Munda. അടുത്ത question, who among the following Indian American mathematician has won the Cipriani Foisy Prize 2021? Option A C.R. Rao, B Harish Chandra, C Nigil Srivastava, D Manjul Bhargava, E Srinivas Vardhan. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി നിഖിൽ ശ്രീവാസ്തവയാണ്. അപ്പൊ സിപ്രിയാനി നിഖിൽ എന്ന പേരിൽ ഓർത്ത് വെക്കുക. സിപ്രിയാനി നിഖിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു, അത് നിഖിലാണ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ,
ഇവിടെ ഓർത്തുവെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിസംബർ 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണ്. ഡിസംബർ 22 നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആണ്. ബർത്ത്ഡേ ഓഫ് ശ്രീനിവാസ രാമാനുജനാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡോക്ടർ ഐഡ എസ് സ്റ്റുഡേഡർ പ്രൈസ് വിന്നർ. ഐഡ എസ് സ്റ്റുഡേഡർ പ്രൈസ് വിന്നർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അസീം പ്രേംജി ആണ്. അസീം പ്രേംജി ആണ് ഡോക്ടർ ഐഡ എസ് സ്റ്റുഡേഡർ പ്രൈസ് വിന്നർ എന്ന പേരിൽ അറിയപ്പെടുന്ന പേഴ്സൺ. അതും കൂടി ഓർത്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. റീസെന്റ് വിച്ച് റെയിൽവേ സ്റ്റേഷൻ ആസ് റീനെയിംഡ് ആസ് വീരാംഗന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ? ഓപ്ഷൻ എ ഗ്വാളിയർ, ബി ഝാൻസി, സി ഫൈസാബാദ്, ഡി കർണാവതി, ഇ നൺ ഓഫ് ദി എബോവ്. ഈ ലക്ഷ്മിബായി എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇത് റാണി ലക്ഷ്മിബായി ആണ്, അല്ലെങ്കിൽ ഝാൻസി റാണിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് റെയിൽവേ സ്റ്റേഷന്റെ നെയിം കൂടി നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ഓർത്ത് വെക്കേണ്ട റെയിൽവേ സ്റ്റേഷൻസിൽ ഒന്നാണ് ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഫൈസാബാദിന്റെ ന്യൂ നെയിം അയോധ്യ എന്നാണ്. ഫൈസാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ന്യൂ നെയിം എന്താണ്? അയോധ്യ. അതുപോലെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ ന്യൂ നെയിം കർണാവതി. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ചെയ്തിട്ടുണ്ടാക്കി മാറ്റി കർണാവതി ആക്കിയിട്ട് മാറ്റി. ദെൻ മുഗൾ സരായി റെയിൽവേ സ്റ്റേഷൻ. മുഗൾ സരായി റെയിൽവേ സ്റ്റേഷൻ. മുഗൾ സരായി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴത്തെ പേര് ദീൻ ദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ദീൻ ദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷൻ. മുഗൾ സരായിയുടെ പേര് മാറ്റി എന്താക്കി മാറ്റി? ദീൻ ദയാൽ ഉപാധ്യായ. ഓർത്തു വെക്കണം, മുഗൾ സരായി ഉപാധ്യായ. ദെൻ മനുദിഹ് റെയിൽവേ സ്റ്റേഷൻ. മനുദിഹ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴത്തെ പ്രസന്റ് നെയിം ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. ബനാറസ് റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഗബ്രിയൽ ബോറിക്, എ ഫോമർ സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റ്, ഹാസ് ബീൻ എലക്ടഡ് ആസ് വിച്ച് നേഷൻസ് യംഗസ്റ്റ് പ്രസിഡന്റ്? ഏത് നേഷന്റെ യംഗസ്റ്റ് പ്രസിഡന്റ് ആണ് ഗബ്രിയൽ ബോറിക്? ഓപ്ഷൻ എ പെറു, ബി ഇക്വഡോർ, സി ഹോണ്ടുറാസ്, ഡി ചിലി ആൻഡ് ഇ ന്യൂസിലാൻഡ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ചിലിയാണ്. എങ്ങനെ ഓർത്ത് വെക്കാം? നിങ്ങൾക്ക് ബോറടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? മനസ്സിനകത്ത് എപ്പോഴും ഒന്ന് ചില്ല് ചെയ്യണമെന്ന് വിചാരിക്കും അല്ലെ? ഒന്ന് ചില്ല് ചെയ്യണമെന്ന് വിചാരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ബോറിക്ക് ചില്ല് ചെയ്യണം, ബോറടിച്ചാൽ ചില്ല് ചെയ്യണം. ഓക്കെ, ചിലിയുടെ ക്യാപിറ്റൽ, ചിലി ക്യാപിറ്റൽ, ചിലി ക്യാപിറ്റൽ സാന്റിയാഗോ. ഇന്തോനേഷ്യ പ്രസിഡന്റ്, ഇന്തോനേഷ്യ പ്രസിഡന്റ്, ഇന്തോനേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോക്കോ വിദാദോ. ജോക്കോ വിദാദോ. ഓർത്തു വെക്കാൻ വേണ്ടിട്ട് ഇന്തോ അവർ ദോ വന്നു കഴിഞ്ഞു, വിദാദോ ഒരു എന്ത് വരുന്നുണ്ട്? ഒരു ദോ വരുന്നുണ്ട്. അപ്പൊ ആ ദോ എന്ന ടേം വെച്ച് കണക്ഷൻ ചെയ്യാം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട്. ദെൻ എസ്റ്റോണിയ പ്രസിഡന്റ്, എസ്റ്റോണിയ പ്രസിഡന്റ് അലാവ് കാരിസ്, അലാവ് കാരിസ്. എസ്റ്റോണിയ പ്രസിഡന്റ് അലാവ് കാരിസ്. ദെൻ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ, ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ, ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഫുമിയോ കിഷിദ. ഫുമിയോ കിഷിദ. അപ്പൊ ജപ്പാൻ എന്താണ്? കിഷിദ. ഓക്കെ, നിങ്ങൾ പാനിൽ വെച്ചൊരു സാധനം ചൂടാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഫ്യൂംസ് ഉണ്ടാകും അല്ലെ? പാനിൽ ഒരു സാധനം ചൂടാക്കി കഴിഞ്ഞാൽ അവിടെ ഫ്യൂംസ് ഉണ്ടാകും. അതുകൊണ്ട് ഫുമിയോ വേണമെങ്കിൽ അങ്ങനെയും ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ പാനിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, അങ്ങനെ വേണമെങ്കിൽ പാൻ ഫുഡിയോ എന്ന് വേണം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ പഠിക്കാൻ വേണ്ടി ഫുഡിയോ കിഷിദ എന്ന് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഫുമിയോ കിഷിദ എന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്പോർട്സ് പേഴ്സൺ ആസ് won the honor of best female debut at 2021 Paralympic Sports Award? Option A Avani Legara, option B Deepika Singh, option C K Nagar, option D M Narwal, option E Parvati Bhagat. ഈ ഒരു കാര്യം വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് പാരാ ഒളിമ്പിക് സ്പോർട്സ് എന്നുള്ളത്. 2021 വേൾഡ് പാരാ ഒളിമ്പിക്, വേൾഡ് പാരാ ഒളിമ്പിക് നടന്നത് എവിടെയായിരുന്നു? ടോക്കിയോയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഫീമെയിൽ, ബെസ്റ്റ് ഫീമെയിൽ ഡെബറ്റ് അവനി ലേഖരയാണെന്ന് ഓർത്തിരിക്കുക. അവനി ലേഖര. 2021 വേൾഡ് പാരാ ഒളിമ്പിക്കില് 2
മെഡൽ നേടിയ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ 2 മെഡൽ നേടിയ വുമൺ ആണ് അവനി ലേഖന എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 10 മീറ്റർ എയർ റൈഫിളിൽ അവനി ലേഖനയ്ക്ക് ഗോൾഡ് ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 15 മീറ്റർ എയർ റൈഫിളിൽ എന്തായിരുന്നു അവനി ലേഖനയ്ക്ക് കിട്ടിയത്? ബ്രൗൺസ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who among the following takes over as CEO of Twitter? Option A, Parag Agarwal, B, Jack Dorsey, C, Satya Nadella, D, Kevin Systrom, E, Kalyan Krishnamurthy. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പരാഗ് അഗർവാൾ. ജാക്ക് ഡോർസി ഫൗണ്ടർ ഓഫ് ട്വിറ്റർ എന്ന പേരിൽ ഓർത്തു വെക്കണം. ഫൗണ്ടർ ഓഫ് ട്വിറ്റർ. പരാഗ് അഗർവാൾ ആണ് CEO ഓഫ് ട്വിറ്റർ. Then CEO of IDBI Bank. CEO of IDBI Bank. Rakesh Sharma. Rakesh Sharma. Then Vice President of AIIB. AIB യുടെ Vice President Urjit Patel. Urjit Patel. Then Chairman of CACP. Chairman of CACP. Vijay Paul Sharma. എന്താണ് CACP എന്ന് വെച്ച് കഴിഞ്ഞാൽ CACP എന്ന് പറയുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ഇതാണ് CACP എന്ന് പറയുന്നത്. ചെയർമാൻ ആരായിരുന്നു? വിജയ് പോൾ ശർമ്മയാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട് മൂവിയാണ്. വേർ ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഡ്രോൺ ഫോറൻസിക് ഡ്രോൺ ലാബ്? ഫോറൻസിക് ഡ്രോൺ ലാബ്. ഓക്കെ, ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി തമിഴ്നാടു, ഓപ്ഷൻ ഇ മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ആദ്യത്തെ ഫോറൻസിക് ഡ്രോൺ ലാബ് കേരളത്തിലാണ്. കേരളത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫോറൻസിക് ഡ്രോൺ ലാബ്. 5 ഡ്രോൺ സ്കൂൾ പ്രൊജക്ട്. 5 ഡ്രോൺ സ്കൂൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തത് മധ്യപ്രദേശാണ്. 5 ഡ്രോൺ സ്കൂൾ പ്രൊജക്ട് ക്രിയേറ്റഡ് ബൈ മധ്യപ്രദേശ് എന്ന് കൂടി ഓർത്തിരിക്കുക. Then second edition of exercise Zair al-Bahr took place between India and which country? Option A, Bahrain, B, Qatar, C, Saudi Arabia, D, UAE, E, Oman. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അൽ എന്ന ടേം വരുന്ന സമയത്ത് അതൊക്കെ നമ്മുടെ UAE കൺട്രീസുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഖത്തർ ആണ്. അപ്പൊ സൈർ ഖത്തർ, സൈർ ഖത്തർ. ആ സൈറിൽ നിന്ന് ഖത്തർ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഖത്തറിൽ എവിടെയായിരുന്നു നടന്നത്? പേർഷ്യൻ ഗൾഫിലായിരുന്നു ഈ സൈർ അൽബർ എന്ന് പറയുന്ന സെക്കൻഡ് എഡിഷൻ എക്സസൈസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് മിലിറ്ററി എക്സസൈസ് കൂടിയുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡെസേർട്ട് നൈറ്റ്. ഡെസേർട്ട് നൈറ്റ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് ഡെസേർട്ട് നൈറ്റ്. ദെൻ ഗഞ്ചാർ. ഗഞ്ചാർ ഗഞ്ചാർ നടന്നത് ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലാണ്. കിർഗിസ്ഥാൻ. എങ്ങനെ ഓർത്ത് വെക്കും? ഓർമ്മിക്കാൻ വേണ്ടി ഇങ്ങനെ പഠിച്ചാൽ മതി. ഗഞ്ചാർ KH വന്നില്ലേ, അവിടെ കിർഗിസ്ഥാൻ അടുത്ത് KY എന്നുള്ള ടേം വരുന്നുണ്ട്. അപ്പൊ ഗഞ്ചാർ കിർഗിസ്ഥാൻ. ദെൻ ഈസ്റ്റേൺ ബ്രിഡ്ജ്. ഈസ്റ്റേൺ ബ്രിഡ്ജ്. ഈസ്റ്റേൺ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഒമാൻ. ഈസ്റ്റേൺ ബ്രിഡ്ജ് എക്സസൈസ് ഇന്ത്യയും ഒമാനും തമ്മിലാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ മൗണ്ടനറിംഗ് ഫെഡറേഷൻ. ഓപ്ഷൻ എ അരുണിമ സിൻഹ, ഓപ്ഷൻ ബി സന്തോഷി യാദവ്, ഓപ്ഷൻ സി ഹർഷവന്തി ബിഷ്ത്, ഓപ്ഷൻ ഡി പ്രേമലത അഗർവാൾ, ഓപ്ഷൻ ഇ SK വള്ളിത്താൻ. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ, ഹർഷവന്തി ബിഷ്ത്. ഓക്കെ, ദെൻ MD ഓഫ് ONGC അല്ലെങ്കിൽ ഫസ്റ്റ് വുമൺ MD ഓഫ് ONGC. ONGCയുടെ ഫസ്റ്റ് വുമൺ MD ആണ് അൽക്ക മിത്തൽ. അൽക്ക മിത്തൽ. Then first woman prime minister of Sweden. First woman prime minister of Sweden. Eva Magdalene Anderson. Eva Magdalene Anderson. എങ്ങനെ ഓർത്ത് വെക്കും? ഓർമ്മിക്കാൻ വേണ്ടിട്ട് സ്വീഡൻ മഗ്ദൻ. സ്വീഡൻ മഗ്ദൻ എന്ന് പഠിച്ചാൽ മതി. മഗ്ദലിനെ ആൻഡേഴ്സൺ ആണ്. സോ ഓർമ്മിക്കാൻ വേണ്ടി സ്വീഡനും മഗ്ദൻ എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ന്യൂ MD ആൻഡ് CEO ഓഫ് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്? അല്ലെങ്കിൽ NSDLന്റെ ന്യൂ MD ആൻഡ് CEO ആരാണ്? NSDL സ്റ്റാർട്ട് ചെയ്തത് 1996 ഓർത്ത് വെക്കണം. ഓപ്ഷൻ എ ഇവിടെ പത്മജ ചുന്ദരുവാണ്.
ഓപ്ഷൻ ബി ഇന്ദു കൊച്ചാർ, ഓപ്ഷൻ സി അവനി ലേഖര, ഓപ്ഷൻ ഡി നുമേന ജോണി, ഓപ്ഷൻ ഇ നൺ ഓഫ് ദി എബോവ്. ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് പത്മജ ചുന്ദുരു ആണെന്ന് ഓർത്തിരിക്കുക. Then CEO of Global Channel, CEO of Global Channel ആരാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് ലീന നായർ ആണ്. ലീന നായർ. ഇപ്പൊ ഗ്ലോബൽ ചാനൽ ലീന, ഗ്ലോബൽ ചാനൽ CEO ലീന നായർ. Then UNICEF ഹെഡ് ഓഫ് യുനിസെഫിന്റെ ഇപ്പോഴത്തെ ഹെഡ് കാതറിൻ റസൽ. യുനിസെഫ് ഹെഡ് കാതറിൻ റസൽ. യുനിസെഫ് കുട്ടികളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലെ. യുനിസെഫ് കുട്ടികളെ കാത്തു സൂക്ഷിക്കാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് കാത്തു സൂക്ഷിച്ചതാരായിരുന്നു? കാതറിൻ ആയിരുന്നു. അല്ലെങ്കിൽ കാത്തത് കാതറിൻ കാത്തു. അപ്പൊ യുനിസെഫ് കുട്ടികളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യുനിസെഫിന്റെ ഹെഡ് ചോദിച്ചു കഴിഞ്ഞാൽ കാതറിൻ റസൽ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഈസ് കമ്പാല ഫെസ്റ്റിവൽ കണ്ടക്ടഡ്? ഓപ്ഷൻ എ തമിഴ്നാട്, ബി മഹാരാഷ്ട്ര, സി ആന്ധ്രാപ്രദേശ്, ഡി കർണാടക, ഇ കേരള. കമ്പാല എന്ന് പറയുന്നത് ബഫല്ലോ റൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. അത് നടക്കുന്നത് കർണാടകയിലാണ്. കർണാടകയാണ് റൈറ്റ് ആൻസർ. ദെൻ കർണാടകയിൽ നടക്കുന്ന കുറച്ച് ഫെസ്റ്റിവൽ കൂടി ഓർത്തു വെക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ എന്നാണ് ഹംപി ഫെസ്റ്റിവൽ. ഹംപി ഫെസ്റ്റിവൽ എവിടെയാണ്? കർണാടകയിലാണ്. ദെൻ കർഗ ഡാൻസ് ഫെസ്റ്റിവൽ കർണാടകയിലാണ്. അതുപോലെ പട്ടടക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ. Then ദസറ ഫെസ്റ്റിവൽ ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? കർണാടകയിലാണെന്ന് ഓർത്തു വെക്കുക. Which day is celebrated World Computer Literacy Day? ഓപ്ഷൻ എ ഡിസംബർ 1, ഓപ്ഷൻ ബി ഡിസംബർ 2, സി ഡിസംബർ 3, ഡി ഡിസംബർ 4, ഇ ഡിസംബർ 5. കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ഡിസംബർ 2 ആണ്. നാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഡേ നവംബർ 30. വേൾഡ് ഇന്റർനെറ്റ് ഡേ ഒക്ടോബർ 29. വേൾഡ് ഇന്റർനെറ്റ് ഡേ ഒക്ടോബർ 29. അപ്പൊ 10ാമത്തെ മാസമാണ്, 29ആണ് ഡേറ്റ്. 2 9 കൂട്ടി എത്രയാണ്? 11 ആണ്. അപ്പൊ 10ാം മാസത്തിൽ 11 എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. ഇവിടെ നവംബർ 30 വേൾഡ് നാഷണൽ ഇന്റർനെറ്റ് സെക്യൂരിറ്റി ഡേ വരുന്നത്. വിച്ച് സിറ്റി ഹോസ്റ്റഡ് ആനുവൽ കോൺഫറൻസ് ഓഫ് വേൾഡ് എക്കണോമിക് ഫോറം WEF? ഓപ്ഷൻ എ വാഷിംഗ്ടൺ DC, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി ലണ്ടൻ, ഓപ്ഷൻ ഡി ദാവോസ്, ഓപ്ഷൻ ഇ ജനീവ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2021 ആനുവൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്തത് ദാവോസ് ആണ്. ദാവോസ് വേൾഡ് എക്കണോമിക് ഫോറം സ്റ്റാർട്ട് ചെയ്തത് 1971 ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡ് എക്കണോമിക് ഫോറം കൊളോക്നി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലാണ് കൊളോക്നി വരുന്നത്. എന്താണ് വേൾഡ് എക്കണോമിക് ഫോറം ചെയ്യുന്നത്? വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം പബ്ലിഷസ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട്. അതുകൂടാതെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നതും വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നതും വേൾഡ് എക്കണോമിക് ഫോറം ആണ്. ഇന്ത്യയുടെ 2021 വേൾഡ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 140 ആണ്. 140 ആണ് ഇന്ത്യയുടെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ഇൻ 2021. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഹൈദർപൂർ വെറ്റ്ലാൻഡ് ലൊക്കേറ്റഡ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ബി മധ്യപ്രദേശ്, സി ഹരിയാന, ഡി ആന്ധ്രാപ്രദേശ്, ഇ വെസ്റ്റ് ബംഗാൾ. ഹൈദർപൂർ വെറ്റ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഓപ്ഷൻ എ. ഹൈദർപൂർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെറ്റ്ലാൻഡ് ആണ്. കാരണം 47th റാംസാർ സൈറ്റ് ഇൻ ഇന്ത്യയാണ് ഹൈദർപൂർ 47th റാംസാർ സൈറ്റ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള റാംസാർ സൈറ്റുകളുടെ എണ്ണം 49 ആണ്. അവസാനം വന്നിട്ടുള്ള 2 റാംസാർ സൈറ്റുകളാണ് ഗിജാദിയ സൈറ്റ് ഗുജറാത്തും അതുപോലെ ബഗീര റാംസാർ സൈറ്റ് ഉത്തർപ്രദേശും. റാംസാർ കൺവെൻഷൻ നടന്നത് 1971 ഫെബ്രുവരി 2 തീയതിയാണ്.
ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റാംസാർ സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫെബ്രുവരി 2 അറിയപ്പെടുന്നത് വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്ന പേരിലാണ്. വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആണ് ഫെബ്രുവരി 2 എന്ന പേരിൽ അറിയപ്പെടുന്നത് കൂടി ഓർത്തിരിക്കുക. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനോട് മൂവ് ചെയ്യാണ്. ഹു വോൺ ഫോർമുല 1 അബുദാബി ഗ്രാൻഡ് പ്രിക്സ് ഇൻ ഡിസംബർ 2021? ഓപ്ഷൻ എ ലൂയിസ് ഹാമിൽട്ടൺ, ഓപ്ഷൻ ബി സെബാസ്റ്റ്യൻ വെറ്റൽ, ഓപ്ഷൻ സി വറ്റേരി ബോൾട്ടാസ്, ഓപ്ഷൻ ഡി വാൾസ് വെർസ്റ്റാപ്പൻ, ഓപ്ഷൻ ഇ പിക്കോയി ഷൂമ. അബുദാബി ഫോർമുല 1 ഗ്രാൻഡ് പ്രിക്സ് വിന്നർ മാക്സ് വെർസ്റ്റാപ്പൻ ആണ്. അബുദാബി ഗ്രാൻഡ് പ്രിക്സ് വിന്നർ ആണ് വെർസ്റ്റാപ്പൻ എന്ന് കൂടെ ഓർത്തിരിക്കണം. ഫോർമുല 1 വിന്നർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? വാൾസ് വെർസ്റ്റാപ്പൻ തന്നെയാണെന്ന് ഓർത്തിരിക്കുക. അതുകൂടാതെ മെക്സിക്കൻ ഗ്രാൻഡ് പ്രിക്സ് വിന്നറും US ഗ്രാൻഡ് പ്രിക്സ് വിന്നറും ആര് തന്നെയായിരുന്നു? വെർസ്റ്റാപ്പൻ തന്നെയായിരുന്നു. ഓക്കെ, അങ്ങനെ 10 ഗ്രാൻഡ് പ്രിക്സുകളാണ് ഈ 2021 മാക്സ് വെർസ്റ്റാപ്പന് കിട്ടിയത്. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള ഒരു പേരുണ്ട്, ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടൺ ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്. കാരണം ലൂയിസ് ഹാമിൽട്ടൺ ആണ് 2021 സൗദി അറേബ്യ ഗ്രാൻഡ് പ്രിക്സ് കിട്ടുന്നത്. അതുപോലെ ഖത്തർ ഗ്രാൻഡ് പ്രിക്സ് മാർക്ക് തന്നെയായിരുന്നു ലൂയിസ് ഹാമിൽട്ടൺ തന്നെയായിരുന്നു. അപ്പൊ സൗദി ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഹാമിൽട്ടൺ ആണ്. ബ്രസീൽ ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയതും ആർക്കായിരുന്നു? ഹാമിൽട്ടൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇതാണ് ഈ ഗ്രാൻഡ് പ്രിക്സുകളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കാർ റേസിനെ ബേസ് ചെയ്തുകൊണ്ട് എക്സാം ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ് ഫുള്ളി COVID-19 വാക്സിനേറ്റഡ് സ്റ്റേറ്റ്? ഓപ്ഷൻ എ ത്രിപുര, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി പഞ്ചാബ്, ഡി ഗോവ, ഇ ആന്ധ്രാപ്രദേശ്. ഇന്ത്യ ഫുള്ളി COVID-19 വാക്സിനേറ്റഡ് സ്റ്റേറ്റ് എന്ന പേര് അറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. എന്നാൽ ഫുള്ളി ഫസ്റ്റ് ഡോസ് വാക്സിനേറ്റഡ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫുള്ളി ഫസ്റ്റ് ഡോസ് വാക്സിനേറ്റഡ് സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിക്കിമാണ് എന്നുകൂടി ഓർമ്മിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ബംഗ്ലാദേശ് വിജയ് ദിവസ് ഒബ്സർവ്ഡ് എവരി ഇയർ? ഓപ്ഷൻ എ ഡിസംബർ 12, ഓപ്ഷൻ ബി ഡിസംബർ 14, ഓപ്ഷൻ സി ഡിസംബർ 15, ഓപ്ഷൻ ഡി ഡിസംബർ 16, ഓപ്ഷൻ ഇ ഡിസംബർ 17. ബംഗ്ലാദേശ് വിജയ് ദിവസ് ഡിസംബർ 16 ആണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ ഡേ എന്ന പേര് അറിയപ്പെടുന്നത് ഡിസംബർ 16 ആണ്. 1971 ഡിസംബർ 16 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബംഗ്ലാദേശ് ലിബറേഷൻ വാർ അവസാനിക്കുന്നത്. 1971 ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, 1971 ഇന്ത്യ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ആയിരുന്ന പേഴ്സൺ ആയിരുന്നു ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയപ്പെട്ടിരുന്ന ജഗജീവൻ റാം. ജഗജീവൻ റാം ഡിഫൻസ് മിനിസ്റ്റർ 1971 ജഗജീവൻ റാം എന്ന പേര് ഓർത്തിരിക്കുക. മിലിറ്ററി കമാൻഡർ ആണ് ചോദിക്കുന്നതെങ്കിൽ 1971 മിലിറ്ററി കമാൻഡർ ആണ് എക്സാം ചോദിക്കുന്നതെങ്കിൽ അത് മനേക് ഷാ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. മിലിറ്ററി കമാൻഡർ അല്ലെങ്കിൽ മിലിറ്ററി ഹെഡ്, മിലിറ്ററി കമാൻഡർ അല്ലെങ്കിൽ മിലിറ്ററി ഹെഡ് മനേക് ഷാ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. Then who is won silver medal in women's 59 category in Commonwealth weightlifting championship? Option A Gulam Nabi, option B Achinda Chudi, option C Asarika Popi, option D Sanget Mahadev, option E none of the above. 59 കാറ്റഗറിയിൽ കോമൺവെൽത്ത് വെയിറ്റ് ലിഫ്റ്റിംഗിൽ സിൽവർ മെഡൽ കിട്ടിയത് അസാരിക പോപ്പിയാണ്. അപ്പൊ പോപ്പി ഓർത്തുവെച്ചാൽ മതി. പോപ്പിക്ക് എന്താ കിട്ടിയത്? 59 സിൽവർ മെഡൽ. ഇന്ത്യക്ക് ടോട്ടൽ കോമൺവെൽത്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 16 മെഡലുകളാണ് കിട്ടിയത്. 16 മെഡലാണ് കിട്ടിയത്. കോമൺവെൽത്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് താഷ്കെൻഡിലായിരുന്നു. നടന്ന പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാൽ താഷ്കെൻഡ് ആണെന്ന് കൂടി ഓർത്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ജഗോയി ഈസ് ദി ഡാൻസ് ഫോം ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഡി ആസാം, ഓപ്ഷൻ ഇ മേഘാലയ. ഫോക്ക് ഡാൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അതുകൊണ്ട് ഓർത്ത് വെക്കണം. ജഗോയി എവിടെയായിരുന്നു? മണിപ്പൂരിലായിരുന്നു. ജഗോയി മണിപ്പൂരിലായിരുന്നു. ജഗോയി ഡാൻസ് ഫോം. മണിപ്പൂരിലുള്ള അനദർ ഫോം ഓഫ് ഫോക്ക് ഡാൻസ് ഈസ് താങ്ത ഡാൻസ്. താങ്ത ഡാൻസ്. ദെൻ പാങ്ചോലൻ ഡാൻസ്. പാങ്ചോലൻ ഡാൻസ്. ഇതൊക്കെ മണിപ്പൂർ വരുന്ന ഫോക്ക് ഡാൻസ് ആണ്. അപ്പൊ മണിപ്പൂരിലെ ഫോക്ക് ഡാൻസ് എന്തൊക്കെയാണ്? ജഗോയി, താങ്ത, പാങ്ചോലൻ എന്ന പേരിൽ കൂടി നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം.
ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ട് ലെസൺ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്ട്രാറ്റജിക് ലെസൺ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾ ഓഫ് യു